നാലാം ഞായറിൽ ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കണ്ടിരുന്നോ പാകിസ്ഥാൻ? നിലയ്ക്കാതെ തുടരും വിജയപേരിയാൽ പെൺപുലികൾക്കുമുണ്ടൊരു മറുപടി. ഹസ്തദാനമില്ലാതെ കരുത്ത് കാട്ടാനിറങ്ങിയപ്പോൾ പിന്നിട്ടൊരു 7ാം നാളിലെ പ്രഹരമത് ലോക കിരീടത്തിന്റെ വഴിയിലാണ്. കൊണ്ടും കൊടുത്തും കളം വാണിരുന്ന ഇന്ത്യ പാക് പോരാട്ടങ്ങൾക്കിന്ന് ഏകപക്ഷീയതയുടെ പ്രഭാവമാണ്. പുരുഷ വിജയത്തിൽ ആ ഏഷ്യൻ രാജപട്ടം സ്വന്തമാണ്. ശേഷം ഒരു ലോകകപ്പിന്റെ തിളക്കം കാത്തുവെക്കാൻ പാകിസ്ഥാനോടിറങ്ങുമ്പോൾ പരാജയമെന്നത് ചിന്തകളിൽ പാടില്ലല്ലോ. കൊളംബോയിൽ ഇന്ന് ആ മഴയൊഴിഞ്ഞതും ഇതുപോലൊന്നിന്റെ കാഴ്ചകൾക്കായിരിക്കണം. റണ്ണൊഴുകാൻ മടിച്ച മൈതാനം, പക്ഷേ ഏത് പ്രതികൂല സാഹചര്യവും ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി വിജയമത് ഇന്ത്യ എത്തിപ്പിടിക്കും. 23 മന്ദസ്മിതമില്ലാതെ സ്മൃതിയുടെ മടക്കം. പ്രതികയും ഡിയോളും സൂക്ഷ്മതയുടെ ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും നടത്തി സ്കോർ ഉയർത്തി. പതിയെ നീങ്ങിയ ഇന്ത്യക്ക് മുന്നിൽ ഇടയ്ക്കെപ്പോഴോ പ്രതീക്ഷയുടെ വെട്ടം പാകിസ്ഥാൻ കണ്ടതാണ്. എന്നാൽ ഡിയോൾ അടിച്ചെടുത്തൊരു 46 അതിലേറി ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക് നീങ്ങി. മധ്യ ഓവറുകളിൽ വിക്കറ്റ് കൊഴിയുമ്പോഴും ജമീമയുടെ 32 പുതിയ പ്രതീക്ഷകളായി. റിച്ചയുടെ അവസാന ഓവറുകളിലെ കൂറ്റനടികൾക്ക് മറുപടിയില്ലാതെ പാകിസ്ഥാൻ നിന്നു. 20 പന്തുകളിൽ 35 റൺസുകളാണ് റിച്ച ഘോഷ് അടിച്ചുകൂട്ടിയത്. 247 എന്ന ഭേദപ്പെട്ട സ്കോർ ഉയർത്തി ഇന്ത്യ പന്തെടുക്കുന്നു. തുടക്കം മുതൽ കരുത്തുറ്റ ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ റണ്ണെടുക്കാൻ വിയർത്ത് പാകിസ്ഥാന്റെ മുൻനിരയത്രയും പകച്ചു നിന്നു. കൂട്ടത്തകർച്ചയിൽ പാകിസ്ഥാൻ ഒരു കിരണമായത് സിദ്രയുടെ 81 3 പേരൊഴികെ 2 അക്കം കാണാതെ ഡഗ്ഔട്ടിലേക്ക് പാകിസ്ഥാൻ യാത്രയത് തുടർന്നുകൊണ്ടേയിരുന്നു. ക്രാന്തിയും ദീപ്തി ശർമ്മയും വിക്കറ്റ് 3 വീഴ്ത്തിയാണ് വീഴാത്ത നീലപ്പടയുടെ കനൽ വഴിയിൽ ചരിത്രം തീർത്തത്. 88 റൺസുകളുടെ കൂറ്റൻ വിജയത്തിൽ ലോകകപ്പിലേക്കൊരു പടി കൂടി കടന്ന് ഇന്ത്യൻ പെൺപടയുടെ ക്രിക്കറ്റ് ആവേശത്തിന് പരിധികളില്ല. ആൺപട തീർത്ത അടങ്ങാത്ത വിജയാഘോഷത്തിന് പെൺകരുത്തിലൂടെ അത് തനിയാവർത്തനം. അടക്കിവാണൊരു ക്രിക്കറ്റ് കാലമോർത്ത് സാന്ത്വനമണയാം പാകിസ്ഥാന്. ഇന്ത്യയോടൊരു വിജയത്തിനായി പഠിച്ചെടുത്തൊരാവനാഴിയിലെ പാഠങ്ങൾ അത് മതിയാവില്ല. ഇന്നിന്റെ ക്രിക്കറ്റ് കാലത്ത് പ്രതീക്ഷയുടെ അമിതഭാരത്തിന് ഇന്ത്യക്ക് മുന്നിൽ സ്ഥാനമില്ല. അതിന് ഏഷ്യൻ വേദിയിലെങ്കിലും ലോക പോരാട്ടത്തിലെങ്കിൽ അങ്ങനെയും.